ഏവർക്കും സ്വാഗതം, വണക്കം, നമസ്കാരം. കേരളത്തിൻ്റെ സ്വന്തം അർണവ് ഗോസ്വാമി എന്ന് ഞാൻ കരുതുന്ന, ഞാൻ അല്പം വിലമതിക്കുന്ന, ആസ്വദിക്കുന്ന ശ്രീ മൈത്രേയനെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും, പ്രത്യേകിച്ച് മൈത്രേയനും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആമുഖമായ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഞാൻ ഓരോ ഇഷ്യൂവും സ്പെസിഫിക്കായിട്ട് എടുത്ത് സംസാരിക്കുകയല്ല എന്ന് അവിടെ സൂചിപ്പിച്ചത് ഇവിടെയും അന്വർത്ഥമാണ്. പൊതുവായ കാര്യങ്ങൾ ജനശ്രദ്ധയിൽപ്പെടുത്തുക, ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ബൗദ്ധികമായ ഉത്തരവാദിത്വത്തിന് വിട്ടുകൊടുക്കുക എന്നതാണ് എൻ്റെ സമീപന രീതി. ആരെയും എൻ്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്നും കൂടെ ഈ സമയത്ത് സൂചിപ്പിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഞാനൊന്ന് വ്യക്തതയ്ക്ക് വേണ്ടി മാത്രം സൂചിപ്പിക്കാം. ഇന്നെനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ശ്രീ മൈത്രേയൻ എല്ലായിടത്തും ഓടി നടന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു, ആഭിമുഖ്യത്തിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ സമവായത്തിൽ ഷൈൻ ചെയ്യുന്നു, ഡിബേറ്റ് ആൻഡ് ഡയലോഗ് എന്ന് പറയും, ഡിബേറ്റ് ആൻഡ് ഡയലോഗ്. പക്ഷേ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു സമവായം അല്ലെങ്കിൽ ഒരു ആഭിമുഖം അല്ലെങ്കിൽ ഒരു ചർച്ച, ഇത് നടക്കണമെങ്കിൽ അതിന് സാധ്യമാക്കുന്ന ചില ഘടകങ്ങൾ ആവശ്യമാണ് എന്നത് എന്തുകൊണ്ടാണ് മലയാളിക്ക് മനസ്സിലാകാത്തത്? ഞാൻ അത് അല്പം ഒന്ന് വ്യക്തമാക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാനൊരു പേര് ഈ സമയത്ത് ഒന്ന് പരാമർശിക്കുകയാണ്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാറില്ല. ഫ്രഞ്ച് ചിന്തകനായിരുന്ന ചരിത്രകാരനും ദാർശനികനും എഴുത്തുകാരനുമായിരുന്ന വോൾട്ടയർ പറഞ്ഞ ഒരു കാര്യം ഈ സമയം എൻ്റെ മനസ്സിൽ വരികയാണ്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് സംവാദിക്കുവാൻ പൂർണ്ണ സമ്മതമാണ്, പക്ഷേ നാം സംവാദിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കാൻ പോകുന്ന വാക്കുകളുടെയും അർത്ഥങ്ങളുടെയും ആശയങ്ങളുടെയും അർത്ഥം എന്താണെന്ന്, അതുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യമേ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് സംവാദിക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു വാക്ക് പറയുന്നു, അത് ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയം അവതരിപ്പിക്കുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ ആശയമാണ്. ആ വ്യക്തിപരമായ ആശയം വ്യക്തിപരത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്, ഇല്ലെന്നല്ല വോൾട്ടയർ പറഞ്ഞത്. പക്ഷേ ആശയവിനിമയം നടത്തുന്നതിന് നമുക്ക് പൊതുവായ എല്ലാവരും ഒന്നുപോലെ അംഗീകരിക്കേണ്ട ഒരു മാധ്യമമുണ്ട്, അതിന് ഒരു ഭാഷയാണ്. ഉദാഹരണമായിട്ട് വിശ്വാസം എന്ന വാക്ക്, ആ വിശ്വാസം എന്ന വാക്കിന് ഈ സംവാദത്തിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളും അംഗീകരിക്കുന്ന ഒരർത്ഥമില്ല എങ്കിൽ, ഒരു ഉള്ളടക്കമില്ല എങ്കിൽ, വിശ്വാസത്തെ പറ്റി ആർക്കും, ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഒരു വിധത്തിലും സമവായം പോട്ടെ, ചർച്ച പോട്ടെ, ആശയവിനിമയം പോലും നടത്താൻ സാധ്യമല്ല. ഇപ്പം ഞാൻ ചക്കയെന്ന് പറയുമ്പം മറ്റേ ആൾ കക്കയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ സംവാദം നടക്കയില്ലെന്നാണ് വോൾട്ടയർ പറയുന്നത്. അതിനകത്ത് സംശയം വല്ലതുണ്ട്. ഇത് വാസ്തവത്തിൽ ഈ ആശയത്തിൻ്റെ ആവിർഭാവം വോൾട്ടയറിലല്ല, അത് സോക്രട്ടീസിലാണ്. നമുക്കറിയാം, സോക്രട്ടീസ് മനുഷ്യരെ നേർവഴിക്ക് ചിന്തിക്കാൻ പരിശീലിപ്പിച്ചത് സമവായത്തിൽ കൂടെ, ഡയലോഗിൽ, സോക്രാറ്റിക് ഡയലോഗ് എന്ന് പറയും. അത് പിന്തുടർന്നുകൊണ്ടാണ് പ്ലേറ്റോ ഡയലോഗ് തന്നെ, പ്ലേറ്റോണിക് ഡയലോഗ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവാദം നടക്കുമ്പോൾ ആ സംവാദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ പദങ്ങളും ചില താരിപ്പുകളും ചില സങ്കല്പങ്ങളുമുണ്ട്. അതിനെ 100% മാറ്റിയിട്ട് ഞാൻ ചക്കയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കൊക്കാണ് എന്ന് പറഞ്ഞ് ഒരാൾ നിർബന്ധം പിടിച്ചാൽ അവിടെ സമവായം നടക്കുകയില്ല. ദയവായി മനസ്സിലാക്കുക. അങ്ങനെ ഒരു സ്വഭാവം നാം ഏവരും ആസ്വദിക്കുന്ന, ബഹുമാനിക്കുന്ന, വിലമതിക്കുന്ന മൈത്രേയനുണ്ട്. ഉദാഹരണമായിട്ട് വിശ്വാസം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചാണ്. വിശ്വാസം എന്നാൽ എന്താണ്? അതേ പറയുന്നത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറും ഭ്രാന്താണ്.
ബസ് സ്റ്റോപ്പിൽ വരേണ്ട ബസ് കണ്ടത്തിൽ വരും, ഞാൻ അവിടെ പോയി കയറിക്കോളാം. അതാണ് വിശ്വാസിയുടെ നിലപാടെന്ന് പറയുമ്പോൾ, വിശ്വാസത്തെ പറ്റി അദ്ദേഹത്തിൻ്റെതായ ഒരു അറിവോ കാഴ്ചപ്പാടോ ഉണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ ആ അറിവും കാഴ്ചപ്പാടും വെച്ചുകൊണ്ട് വിശ്വാസത്തെ പറ്റി ഒരു സമവായം നടത്താൻ സാധ്യമല്ല. പിന്നെ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോ നിങ്ങൾ അവിടെ നിന്ന് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നൊരു നിലപാട് മാത്രമേ, അത് ഡയലോഗ് അല്ല, അത് സമവായമല്ല, അത് അതിക്രമമാണ് എന്ന ഒരു ചെറിയ അഭിപ്രായം ഈ ഉള്ളവരുണ്ട്. അപ്പൊ ഇതാദ്യമായി നാം മനസ്സിലാക്കി. അതിന് ടെക്നിക്കലായിട്ടൊരു പദമുള്ളത് ഇന്റർ സബ്ജക്റ്റീവ് എഗ്രിമെന്റ് എന്ന് പറയും. ഇന്റർ സബ്ജക്റ്റീവ് എഗ്രിമെന്റ്. അപ്പൊ നമ്മളൊരു സമവായത്തിൽ ഏർപ്പെടുന്നു, അതിൽ പരാമർശിക്കപ്പെടുന്ന ആശയങ്ങളെ പറ്റി പൊതുവായ ഒരു ധാരണ ഇല്ലെങ്കിൽ അതിനാണ് ഇന്റർ സബ്ജക്റ്റീവ്. അതായത് നിനക്കും എനിക്കും ഒന്നുപോലെ സ്വീകാര്യമായ, നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ചില സങ്കല്പങ്ങൾ, ചില അറിവുകൾ, ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കും എനിക്കും ഒരു സമവായത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് സോക്രട്ടീസ് പറഞ്ഞത് വോൾട്ടയർ ആവർത്തിക്കുന്നതിനോട് ഞാൻ നന്നായി യോജിക്കുകയാണ്. അത് ഈ സമയത്ത് പ്രത്യേകം ഏവരും വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ മൈത്രേയൻ പുള്ളിയുടേതായ നിഗമനങ്ങളും ഡെഫിനിഷൻസും കൊണ്ട് നടക്കുന്നു. അതിൽ നിന്ന് അല്പം വേറിട്ട് ആരെങ്കിലും ഒരു ആശയം പറഞ്ഞാൽ ഉടനെ ഒരൊറ്റ അടി, ഇനിയുടെ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സമവായമല്ല. എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മലയാളിക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതില്ല എന്ന് 2 വർഷം കൊണ്ട് തെളിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്രകാരം ഈ വിഷയം കൈകാര്യം ചെയ്തത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്പം മൃദുലവും സങ്കീർണവുമാണ്, സട്ടിലാണ്. മൈത്രേയന്റെ സംസാരം കേട്ടാൽ അദ്ദേഹം ലോകത്തിലേക്ക് വലിയ യുക്തിയുടെ വികാസം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യുക്തി വികസിപ്പിച്ചെടുത്ത് അതിനെ സൂര്യപ്രകാശം പോലെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വാള് പോലെ പ്രയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അരിഞ്ഞു വീഴ്ത്തുന്ന വ്യക്തിയാണ് മൈത്രേയൻ എന്നൊരു ധാരണ സാധാരണ ഉണ്ടാകാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. അത് അദ്ദേഹം വളരെ കൗശലത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു തന്ത്രമാണ്. അത് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാനൊരു ഉദാഹരണത്തോടുകൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഹാഷ്മി എന്ന് പറയുന്ന ടെലിവിഷൻ അവതാരകനോട് മൈത്രേയൻ നടത്തുന്ന പ്രതികരണത്തെ ഞാൻ കഴിഞ്ഞ തവണ അല്പം ഒന്ന് സൂചിപ്പിച്ചു. രാജ്യങ്ങൾക്ക് അതിർത്തിയുണ്ടോ? ഇല്ല എന്നാണ് മൈത്രേയന്റെ അഭിപ്രായം. അപ്പൊ ഹാഷ്മി പറയുന്നുമില്ല, ഇന്ത്യ രാജ്യത്തിന് അതിർത്തിയുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലാണ്. അപ്പൊ എല്ലാം മനസ്സിലാണ്, മനസ്സിലില്ലാത്ത വല്ലതും ഉണ്ട്. ഈ നാം കാണുന്ന പ്രപഞ്ചം മുഴുവൻ നമ്മുടെ മനസ്സിലാണ്. അപ്പൊ രാജ്യം മാത്രം മനസ്സിലാണെന്ന് പറഞ്ഞാൽ അത്ര അർത്ഥമൊന്നുമില്ല. അതുപോലെ മറ്റൊരു കാര്യം പിന്നെ അദ്ദേഹം പറയുന്നത്, ഈ അതിർത്തികളില്ലാത്ത ലോകമാണ് യാഥാർത്ഥ്യം, മറ്റൊക്കെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം ഹാഷ്മി ചോദിക്കുന്നുണ്ട്, അങ്ങനെ രാജ്യ അതിർത്തികൾ ഇല്ലെന്നാണ്, അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കാത്ത ഒരു യുട്ടോപ്യൻ ദർശനമാണോ താങ്കൾ കൊണ്ടു നടക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അതിനെ സമർത്ഥിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, കേരളത്തിൽ പണ്ട് രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിരുന്നു. ടിപ്പു സുൽത്താനും കേരളത്തിലെ കൊച്ചി രാജാവും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തെ പല ചെറിയ ചെറിയ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. എന്നിട്ട് നേരെ ഒരു ചട്ടം ചാടി യൂറോപ്പിൽ ചെന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. ആ യുദ്ധം എന്താണ് അവസാനിച്ചത്? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, രാജ്യങ്ങളുടെ അതിർത്തി എന്ന് പറയുന്നത് അങ്ങനൊന്നുമില്ല, അത് മനുഷ്യന്റെ മനസ്സിലാണ്. എല്ലാം മനസ്സിലാണ് എന്ന ആശയം ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഭാരതത്തിലുണ്ടായിരുന്ന ഏതാണ്ട് 600ഓളം കൊച്ചു കൊച്ചു രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചിരുന്നു, യുദ്ധം ചെയ്തിരുന്നു, മുറിവേൽപ്പിച്ചിരുന്നു ഒക്കെ നമുക്കറിയാം. അതിനെപ്പറ്റി 2 പക്ഷമൊന്നും. യൂറോപ്പിലോ തന്നെയായിരുന്നു, രക്തച്ചൊരിച്ചിൽ തന്നെയായിരുന്നു. ഇതെങ്ങനെയാണ് അവസാനിച്ചത്? എങ്ങനെയാണ്? രാജ്യങ്ങളുടെ അതിർത്തി പോയിട്ടല്ല, അതിർത്തികൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പണ്ടത്തെക്കാൾ അതിർത്തിക്ക് ഇപ്പോൾ കട്ടി കൂടിക്കൊണ്ടുവരികയാണ്. പക്ഷേ ഇവിടെ സമാധാനം സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് ഇമ്മാനുവൽ കാന്ത് പെർപെച്വൽ പീസ് എന്ന് പറയുന്നത് തൻ്റെ കൃതിയിൽ പറയുന്നു. അതായത്
ഈ ലോകത്തിൽ രാജ്യങ്ങളുടെ ഇടയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അതിർത്തി ഇല്ലാതാക്കുമ്പോഴല്ല, ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരം മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ആ പരമാധികാരം മറ്റൊരു എന്താണ് പറയുന്നത്, ഒരു ബോഡി, ഒരു അധികാര കേന്ദ്രത്തിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ രാജ്യങ്ങൾ തമ്മിൽ സമാധാനമുള്ളൂ. ഇപ്പം എന്തുകൊണ്ടാണ് ഭാരതത്തിൽ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ യുദ്ധം ചെയ്യാത്ത? അവർക്ക് അധികാരമില്ല. അവിടെ പരമാധികാരം അവർ ഇന്ത്യ മഹാരാജ്യത്തിൽ, ദ യൂണിയൻ ഓഫ് ഇന്ത്യയിൽ അവർ സമർപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ യുദ്ധം നടക്കാത്തത്. പണ്ടത്തെ രാജാക്കന്മാർ ഇപ്പോൾ യുദ്ധം ചെയ്യാത്തതിന്റെ കാര്യം അവർക്ക് യുദ്ധം ചെയ്യാനുള്ള അധികാരമില്ലാത്തത്. അത് അവരിൽ നിന്ന് എടുത്തു മാറ്റിയത് കൊണ്ടാണ്. രാജാക്കന്മാർക്ക് ഇപ്പോഴും പരമാധികാരം, സോവറിനിറ്റി എന്ന് പറഞ്ഞ അർത്ഥം എനിക്ക് മേലെ ആരുമില്ല, മറ്റാരുടെയെങ്കിലും അധികാരം സ്വീകരിക്കേണ്ട ഗതികേടില്ലാത്ത അവസ്ഥയുടെ പേരാണ് സോവറിനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സോവറിൻ സ്റ്റേറ്റ്സ് ആയിട്ട് ഇവിടെ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടായപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. യൂറോപ്പിൽ തന്നെ സംഭവിച്ചു. അപ്പൊ യൂറോപ്യൻ യൂണിയൻ ഉണ്ടായപ്പോൾ ഓരോ രാജ്യവും ഒരു പരിധി വരെ അതിൻ്റെ സോവറിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ നേരിയ പരിധിയിൽ അത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യ മഹാരാജ്യമായപ്പോൾ ആ ഓരോ പണ്ടത്തെ കൊച്ചു രാജ്യങ്ങൾ അവിടെ സോവറിനിറ്റി പരിപൂർണമായിട്ട് അടിയറ വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് അദ്ദേഹം പറയില്ല. അപ്പോൾ അതിർത്തി ഇല്ലാഞ്ഞത് കൊണ്ടല്ല, അധികാരം സമർപ്പിച്ചത് കൊണ്ടാണ് സമാധാനം ഉണ്ടായത്. ഇപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും ഇപ്പോഴുണ്ടായിരുന്നു. രണ്ടു കൂട്ടരും പരമാധികാരമുള്ളവരാണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും. എന്നാൽ അങ്ങനെ യുദ്ധം ചെയ്യത്തക്കൊണ്ട് ഒരു സാഹചര്യം ഇല്ലാത്ത വിധത്തിൽ ഈ പണ്ടത്തെ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും എല്ലാം ഒരേ ഒരു ഒരു ചട്ടിയിലിട്ട് അവിയൽ പോലെ ഉണ്ടാക്കി അവരെ ഇല്ലാതാക്കി ഒരു പുതിയ രാജ്യം ഉണ്ടാക്കി. അതുകൊണ്ട് യുദ്ധമില്ല. അപ്പം ടിപ്പു സുൽത്താൻ ഇപ്പൊ നമ്മളെ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് വെറും അർത്ഥശൂന്യമായ ജലത്ത്. പക്ഷെ അത് തിരിച്ചറിയാൻ, എൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കാൻ ഹാഷ്മി എന്ന് പറയുന്ന അവതാരകന് കഴിയാതെ പോയി. അതുകൊണ്ട് മൈത്രേയൻ ഒരു വലിയ ബുദ്ധിരാക്ഷസനായി പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പൊ അതുപോട്ടെ, ഇങ്ങനെ പലവിധമായ അർത്ഥ സത്യങ്ങൾ, പാർഷ്യൽ ഡേറ്റ എന്ന് പറയും, പാർഷ്യൽ ഡേറ്റ. അത് വെച്ച് നമുക്ക് പല കാര്യങ്ങളും നോക്ക്. നമ്മുടെ അഭിപ്രായം മാത്രമാണ് വലുത്, അത് മാത്രമാണ് അർത്ഥവത്ത് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കും. മൂന്നാമതായിട്ട് ശ്രീ മൈത്രേയനെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആകമാനമായ ജീവിത ദർശനം ഭൗതികവാദത്തിൻ്റെയും സാംസ്കാരികമായിട്ട് നാച്ചുറലിസം എന്ന് പറയും, നാച്ചുറലിസം ആൻഡ് പ്രാഗ്മാറ്റിസം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കുടുംബത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഞാനൊന്ന് സൂചിപ്പിച്ചു. അത് കുറച്ചുകൂടെ മുൻപോട്ട് ചിന്തിക്കേണ്ട ആവശ്യം. കുടുംബത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയുള്ള അല്ലെ മാതാപിതാക്കന്മാരെ പറ്റിയുള്ള അത് സംബന്ധമായ ധാർമ്മിക വ്യവസ്ഥിതികളെ പറ്റിയുള്ള മൈത്രേയൻ്റെ നിലപാട് മനസ്സിലാക്കണമെങ്കിൽ മൈത്രേയൻ്റെ മറ്റൊരു നിലപാട് മനസ്സിലാക്കണം. അതെന്താണ്? മനുഷ്യരും മറ്റ് മൃഗങ്ങളുമായി യാതൊരു വ്യത്യാസവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ഇപ്പം മതപരമായി നോക്കുമ്പോൾ മനുഷ്യൻ ഒരു പ്രത്യേകതയുള്ള സൃഷ്ടിയാണ്. അത് മതത്തിൽ മാത്രമല്ല. ഇപ്പോൾ മാൻ ഈസ് എ മീനിങ് സീക്കിംഗ് ആനിമൽ, മാൻ ഈസ് എ റാഷണൽ ആനിമൽ, മാൻ ഈസ് എ ടൂൾ മേക്കിംഗ് ആനിമൽ, ഇങ്ങനെ പല സങ്കല്പങ്ങളും. ഇതൊന്നും മറ്റുള്ള മൃഗങ്ങൾക്ക് പ്രസക്തമല്ല. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. അപ്പോൾ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തതയുള്ള ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ എന്ന സങ്കല്പം. മതത്തിൽ മാത്രമല്ല, ദാർശനികതയിലും പൊതുവായ ചിന്തയിലും സംസ്കാരത്തെ സൃഷ്ടിക്കുന്ന ഏതെങ്കിലും വേറൊരു മൃഗത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇപ്പോൾ മൈത്രേയൻ ഉപയോഗിക്കുന്ന ഭാഷ, അത് മനുഷ്യന്റെ പ്രത്യേകത കൊണ്ടല്ലേ. മനുഷ്യൻ പുരോഗമിക്കുന്നു, അതിൽ അദ്ദേഹം അഭിരമിക്കുന്നു. പക്ഷേ ആ പുരോഗമനം എന്ന ആശയം മനുഷ്യൻ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേറിട്ടവനായതുകൊണ്ടല്ലേ. മറ്റെല്ലാ മൃഗങ്ങളും അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് മാത്രം പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ യുക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. അത് വ്യത്യാസമല്ലേ? യുക്തി ലോകത്തിൽ ഏറ്റവും കൂടുതൽ താനാണ് വികസിപ്പിച്ചെടുത്തത്, അതുകൊണ്ട് തനിക്ക് മാത്രമേ യാഥാർത്ഥ്യങ്ങൾ അറിയുള്ളൂ എന്ന് അവകാശപ്പെട്ടുകൊണ്ട്
അതേ സമയത്ത് തന്നെ മനുഷ്യൻ മൃഗമാണ്, മനുഷ്യൻ മൃഗവും തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല, മറ്റെല്ലാ മൃഗങ്ങളെ പോലെ മാത്രമാണ് നമ്മൾ എന്ന് പറയുന്നതിൽ അല്പം ഒരു നേരിയ പൊരുത്തക്കേടുണ്ട്. പിന്നെ ഒരു കാര്യം മൈത്രേയൻ പറയുന്നതിൽ ഒരു കാര്യം സത്യമാണ്, അതായത് മൃഗങ്ങളെ പോലെ പ്രവർത്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അങ്ങനെ ആയതുകൊണ്ടാണ് അല്പം മുറി യുക്തി കൊണ്ട് വരുന്ന ഒരാളുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫറാണെന്നൊക്കെ കേരളത്തിൽ ആളുകൾ ഇങ്ങനെ കണ്ണ് തള്ളി മിഴുക്കസിയാന്ന് നിൽക്കുന്നത് അത് അതിനകത്തൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പൊ മനുഷ്യൻ മൃഗം മാത്രമാണെങ്കിൽ കുടുംബത്തെയും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അവിടെ മൈത്രേയൻ പറയുന്നത് ശരിയാണ്. രണ്ട് ഇണകൾ ചേരുന്നു. അപ്പോൾ ഒരു പുരുഷ മൃഗത്തിൻ്റെ ആകെപ്പാടുള്ള ചുമതല എന്താണ്? സ്ത്രീ മൃഗത്തിനെ ഗർഭവതിയാക്കുന്നു, പുരുഷൻ അവൻ്റെ പാട്ടിന് പോകുന്നു, അടുത്ത മൃഗത്തെ അന്വേഷിച്ചു പോകുന്നു, അടുത്ത ഇണയെ അന്വേഷിച്ചു പോകുന്നു. ഒരു കടമയുമില്ല. ഒറ്റ ഒരു കാര്യം എന്താണ്? അല്പം ബീജം ഒന്ന് തൂകിക്കൊടുത്തു, ഞാനിതാ പോകുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഇതൊരു വലിയ നേട്ടമാണെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പൊതുരംഗത്ത് വന്നിരുന്ന് പറയണമെങ്കിൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് ഞാൻ നമോഭാഗം. അപ്പം ഇത് ഒരു വ്യക്തി ഏത് തട്ടത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹം എന്തുകൊണ്ട് ഈ നിലപാടെടുക്കുന്നു, ആ നിലപാടിന് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഈ കടിച്ചു കയറാൻ വരുന്ന പോലെ വരുന്നു, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ അവിടെ ഒരു പട്ടി കിടക്കുന്നു, പട്ടിയുടെ വാലിൽ കയറി ചവിട്ടിയാൽ പട്ടി കടിക്കും. അതുപോലെയാണ് മൈത്രേയന്റെ ഒരു സങ്കല്പത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഒരൊറ്റ കടിയാണ്. കടിയെന്ന് പറഞ്ഞാൽ അത് ഒരു മെറ്റഫോറിക്, ദൂരെ മാറിയുന്നൊരു കടി. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണ്? മൈത്രേയന്റെ ലോകവീക്ഷണം, ജീവിത വീക്ഷണം, മനുഷ്യരെ പറ്റിയുള്ള സങ്കല്പം, അദ്ദേഹത്തിൻ്റെ പൊതുവായ ഒരു കാഴ്ചപ്പാടെല്ലാം മനുഷ്യനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഞാൻ മൃഗത്തെ പോലെ പ്രവർത്തിക്കും, അതിൽ നിന്നൊന്നും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. പക്ഷെ അത് വെളിപ്പെടുത്തുന്ന ആരും മനസ്സിലാക്കാതെയാണ് അദ്ദേഹത്തെ വേറെ വിധത്തിൽ കരുതിയിട്ട് പിന്നെ അയ്യോ അതിങ്ങനെ ഹാഷ്മി തന്നെ നിന്ന് നട്ടം തിരിഞ്ഞ് ചുളിഞ്ഞ് വേർത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ കണ്ടു. മറ്റെല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ അജാനബാഹുവായി നിൽക്കുന്ന ഹാഷ്മി എന്ന് പറയുന്ന അവതാരകൻ ഈ കേരളത്തിൻ്റെ അർണവ് ഗോസ്വാമിയായ മൈത്രേയന്റെ മുമ്പിൽ നിന്ന് വിളക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അച്ഛൻ്റെ കാര്യം പറയണ്ട, പിന്നെ സ്ത്രീകളെ പുള്ളിയുടെ കിട്ടിയ അവിടെ കഥ കഴിയും. അവരെ ഇട്ട് അത് വാസ്തവത്തിൽ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അപ്പം അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യൻ മൃഗമാണ് അല്ലെങ്കിൽ മൃഗത്തെ പോലെയാണ് എന്ന മൈത്രേയന്റെ അടിസ്ഥാന മർമ്മം, അതിനെ അരിസ്റ്റോട്ടലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിളിനെ ആശ്രയിച്ചാണ് ബാക്കിയെല്ലാം തെറ്റപ്പെടുന്നത്. അതിന് സയന്റിഫിക് ലാംഗ്വേജിൽ പാരഡൈം എന്ന് പറയും. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓർ പാരഡൈം. അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? മനുഷ്യനും മൃഗവും ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടികർത്താവിന് അങ്ങനെ പല കാര്യങ്ങളിൽ നിന്ന് വരും. പിന്നെ അവിടെ ഉദാത്തമായ വികാരങ്ങൾക്ക് അർത്ഥമല്ല. പിന്നെ അവിടെ ധാർമ്മിക ബോധം അധികപ്പറ്റാം. പിന്നെ മനുഷ്യബന്ധത്തിൽ വിശ്വസ്തതയുണ്ടാകുക. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് നന്ദി ഉണ്ടാകുക. നിങ്ങൾക്ക് ആരോടും നന്ദി തോന്നരുത്. മൃഗം അങ്ങനെയാണ്. പക്ഷെ എല്ലാ മൃഗങ്ങളും ഇല്ല. പട്ടിക്കുള്ള അത്രയും നന്മ മനുഷ്യർക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ലപ്പോഴൊക്കെ ആലോചിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഒരു പോത്തിന് വലിയ നന്ദിയില്ല, കടുവായ്ക്കില്ല, പാമ്പിനില്ല. പാല് കൊടുക്കുന്ന കയ്യിൽ പാമ്പ് കുത്തും എന്ന് പറഞ്ഞ ആശയത്തെ ആസ്പദമാക്കി സ്റ്റോറി ഓഫ് ദ കാളാനാക്ക്, ഖുഷ്വന്ത് സിംഗിന്റെ ഒരു ചെറുകഥ പണ്ട് വായിച്ചിട്ട് എനിക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെ മൃഗമാണെങ്കിൽ ഈ നന്ദി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു അധികപ്പറ്റ. അതുപോലെ തന്നെ ചുമതല ബോധം അല്ലെങ്കിൽ ദീർഘനാളുള്ള ഒരു ലോയൽറ്റി, തുടർന്നുള്ള ചുമതല ബോധം, അതായത് ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊന്നും ഇല്ല എന്ന്. അപ്പം ഒരു കുഞ്ഞ് വളർന്നു, 20 വയസ്സായി, അവൾ പോയി. ചക്കക്കുരു തൊലിയിൽ നിന്ന് തെറ്റി വീഴുന്ന പോലെ ചക്കക്കുരു പോയി, തൊലിയായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. എൻ്റെ മകളും ഞാനും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല. അവൾ അവിടെ പാട്ടിന് പോയി. അതാണ് എല്ലാവരുടെയും
എല്ലാവർക്കും എല്ലാവരും അനുകരിക്കേണ്ട ഉദാത്തമായ മാതൃക എന്ന് ഘട്ടം പിടിക്കണമെങ്കിൽ അത് വളരെ അച്ചട്ടാണ്, അങ്ങനെ മാത്രമേ ആകാവൂ എന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? മൈത്രേയന്റെ ആദ്യ മർമ്മം, അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പാരഡൈം എന്താണ്? മനുഷ്യനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകരുത്. അങ്ങനെ പറയുന്നത് ചില ആളുകളുടെ ബലഹീനതയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് വേറൊരു കാര്യം, ഈ അനുസരിക്കരുത്, ആരെയും അനുസരിക്കും. അനുസരണം അടിമത്തമാണ്. മനുഷ്യൻ അനുസരിക്കണമെന്ന് വിളിച്ച രാജാക്കന്മാരാണെന്നാണ് പറയുന്നത്. ഈ രാജാവ് ചരിത്രത്തിൽ വന്നിട്ട് എത്ര നാളായി? അതിനു മുമ്പ് മനുഷ്യൻ അനുസരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അപ്പോൾ മനുഷ്യൻ അനുസരണം എന്ന് പറഞ്ഞാൽ അടിമത്തം എന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഒരു കാര്യം ശരിയാണ്, അതായത് അനുസരണത്തിൽ നിന്ന് സ്നേഹം മാറ്റിവെച്ചാൽ അടിമത്തമാവാൻ സമ്മതിക്കും. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ സ്നേഹം എന്ന് പറയുന്ന വികാരം മാറ്റിയാൽ പിന്നെ എന്താണ് അവശേഷിക്കുന്നത്? അപ്പോൾ അനുസരിക്കരുത്. എന്നാൽ അതേസമയം അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാവരും ഭരണഘടനയെ അനുസരിക്കണം. മാതാപിതാക്കന്മാരെ അനുസരിക്കരുത്, മുതിർന്നവരെ അനുസരിക്കരുത്, സമൂഹത്തിൽ മറ്റാരെയും മൂപ്പന്മാരെ ആരെയും അനുസരിക്കരുത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തെ ചുമതലയുണ്ടായിരുന്ന ആള് പറയുകയാണ്, മൈത്രേയ ഇന്ന കാര്യം ഒന്ന് ചെയ്യും, എനിക്ക് അനുസരിക്കാൻ മനസ്സില്ല, അതായത് അനുസരണം രാജാവ് കണ്ടുപിടിച്ച ശാപമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്നേരം അവിടെ ഇറക്കി വിടത്തില്ല. അനുസരണം എന്ന് പറയുന്നത് പ്രാവർത്തികമായ ഒരു ക്രമീകരണമാണ്. 2, ബന്ധങ്ങളിൽ അനുസരണം എന്ന് പറയുന്നത് ആ ബന്ധങ്ങളിൽ ആഴം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മറുതലിപ്പ് കൊണ്ട് ഏതെങ്കിലും ബന്ധം, വ്യക്തിപരമായ ബന്ധം വളർന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വ്യക്തികൾ പരസ്പരം അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യം, അനുസരണത്തിൽ കൂടെയാണ് സഹകരണം ഉണ്ടാകുന്നത്. സഹകരണത്തിൽ കൂടെയാണ് മനുഷ്യബന്ധങ്ങൾക്ക് ആഴം വർദ്ധിക്കുന്നതും ബലം ഉണ്ടാകുന്നതും. അങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷെ മനുഷ്യബന്ധങ്ങൾ നിൽക്കുന്നത് ഒരു ശാപമാണെന്ന് മൈത്രേയൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തോടൊന്നും പറയാൻ സാധ്യമല്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന ഒരു അഭിപ്രായമാണ് എനിക്ക്. അപ്പൊ ഇനിയും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇനിയും മൈത്രേയനോട് സംവാദം നടത്താൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ചൂളി വിയർത്ത് വിളറി ചിലരുടെയൊക്കെ മുണ്ട് നനയുന്ന വിധത്തിൽ ആയിത്തീരാതിരിക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന ഫോർമാറ്റിൽ ഡിബേറ്റ് ചെയ്യാവുന്നതല്ല. ജീവിതത്തിലെ സുപ്രധാനമായ കാര്യങ്ങളൊക്കെയും നമുക്ക് ലഭിച്ച ചില സങ്കല്പങ്ങളാണ്. ഇപ്പോൾ ദൈവമുണ്ടോ ഇല്ലയോ? ദൈവം എന്ന് പറഞ്ഞാൽ ഉടനെ ഇദ്ദേഹം എടുത്തൊരു ഒറ്റ ചാട്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ ബഹുമാനിക്കുന്ന സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം ഉണ്ടോ എന്നോ ഇല്ല എന്നോ തെളിയിക്കാൻ സാധ്യമല്ല. ആർക്കും സാധ്യമല്ല. മരണാനന്തര ജീവിതം ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല. ദൈവമില്ല എന്ന് വാദിക്കുന്നത് പോലെ തന്നെ ദൈവം ഉണ്ട് എന്നും വാദിക്കും. പക്ഷേ അങ്ങനെ രണ്ടുപേരും വാദിക്കുമ്പോൾ ആ വാദത്തിൽ കൂടെ അവർ കൂടുതൽ അകന്നു പോകും. അകന്നു പോയില്ലെങ്കിൽ പരസ്പരം അവര് കടിച്ചു കയറും. ഇത് വാദത്തിന്റെ വിഷയമേ അല്ല. നിങ്ങൾ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ചില അവസ്ഥകൾ അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിയും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഉടനെ മൈത്രേയൻ എടുത്ത് ചാടും. അതുകൊണ്ട് തന്നെ അവസ്ഥകൾ എന്ന് പറയും. ദൈവമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ചില ആനുകൂല്യങ്ങൾക്ക് പ്രാപിക്കേണ്ടി. ഉദാഹരണമായിട്ട് ദൈവമില്ല എങ്കിൽ എനിക്ക് ലോകത്തിൽ എന്തുമാകും. ഈ സമയത്ത് ഗാന്ധിയെ വളരെ സ്വാധീനിച്ച ഒരു ഇറ്റാലിയൻ പുസ്തകം ഉണ്ട്, അതൊക്കെ ഗസിപ്പെ മസീനി എഴുതിയ ദ ഡ്യൂട്ടീസ് ഓഫ് മാൻ എന്ന പുസ്തകം ഗാന്ധിയെ വളരെ സ്വാധീനിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒന്നിൽ അവർ ഉള്ളിൽ ഒരു വലിയ ദുഃഖം പേര് നടക്കുന്നവരോ, അല്ലെങ്കിൽ അവർക്ക് തന്നെ വഹിക്കാൻ വയ്യാത്ത പാപഭാരം, ഗിൽറ്റ്, കുറ്റബോധം കൊണ്ട് നടക്കുന്നവർ. നിങ്ങളെ പുസ്തകം വായിക്കണം. ഗസിപ്പെ മസീനി ദ ഡ്യൂട്ടീസ് ഓഫ് മാൻ. അത് വളരെ മനോഹരമായ ഒരു ആശയമായിട്ട് ആണ് എനിക്ക് തോന്നിയത്. അപ്പം ദൈവമില്ല
ആരെങ്കിലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ല വിവരമുള്ളവനെ കൊണ്ട് ഇവിടെ ഇരുത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം. അങ്ങനെ പിന്നെ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? അപ്പം മൈത്രേയന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ആർക്കാണ് വിവരമുള്ളത്? അദ്ദേഹം പറയുന്നതെല്ലാം അതുപോലെ വിഴുങ്ങുന്ന ആളുകൾക്ക് മാത്രമാണ് വിവരം, ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു വിവരവുമല്ല, അവരെല്ലാം വിവരദോഷികൾ മാത്രമാണ്. അങ്ങനെ എങ്ങനെയാണ് ഒരു സംവാദം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് ഒന്ന് പരിഗണിച്ചിട്ട് ഞാൻ നിർത്താൻ പോകുകയാണ്. നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി, ആളെ മകനോ മകളോ, ആ മകനെയോ മകളെയോ വളർത്തിയെടുക്കുന്നതിന് ഭാര്യയും ഭർത്താവും, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും തമ്മിൽ സഹകരിച്ചു. 20 വയസ്സായപ്പോൾ മകനോട് പറഞ്ഞു ഇറങ്ങിപ്പോ. ഞാൻ പറഞ്ഞ പോലെ ചക്കക്കുരുവിൻ്റെ എൻ്റെ പാട തെറ്റിച്ച് കുരുവിടുന്ന നമുക്ക് പോയി. അതിനുശേഷം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധത്തിൻ്റെ ആവശ്യം, അവിടെ വേണേൽ സുഹൃത്തുക്കളാണെന്ന് പറയാം, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരൊന്നുമല്ല, അപ്പനും അമ്മയോ ഒന്നുമല്ല, അതൊക്കെ എന്നെ കഴിഞ്ഞുപോയി. അപ്പം ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ആ നിലപാടെടുക്കാം, യാതൊരു സാധ്യത. അത് പാശ്ചാത്യ സംസ്കാരത്തിൽ ഏതാണ്ട് ഇതുപോലെയാണ്. അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് തോന്നാം. ഒരു ഉപരിപ്ലവമായ വിധത്തിൽ പാശ്ചാത്യ സംസ്കാരത്തെ അറിഞ്ഞവർക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. പാശ്ചാത്യ സംസ്കാരം പഠിക്കുകയും ആജീവനാന്തം പഠിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത്, പാശ്ചാത്യ സംസ്കാരത്തെ പറ്റി നാം വെച്ചു പുലർത്തുന്ന പല സങ്കല്പങ്ങളും ശുദ്ധ അസംബന്ധമാണ്. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വിശ്വസിച്ചു പോകാം. അങ്ങനെ വിശ്വസിച്ചു പോയാൽ എന്താണ് നേട്ടം? ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിൽ വല്യപ്പന്മാരും വല്യമാരും, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഉള്ളവർ, അവരോടാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ അനുഭവം അനുസരിച്ച് ഞാൻ പറയാം. എനിക്കെൻ്റെ മക്കൾ ജനിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം, അവരെ ശുശ്രൂഷിച്ച് വളർത്തി വലുതാക്കി അവർ വളരുന്നത് കണ്ട ആ നിർവൃതി, അതിൻ്റെ 10 മടങ്ങ് സന്തോഷമാണ്, നിർവൃതിയാണ്, ആവേശമാണ്, സന്തോഷമാണ് എൻ്റെ കൊച്ചുമക്കൾ വളരുന്നത് കാണും. എനിക്ക് എൻ്റെ മക്കളെക്കാൾ കൂടുതൽ അടുപ്പം കൊച്ചുമക്കളാണ്. അതെൻ്റെ മാത്രം പ്രത്യേകതയല്ല. ഒരു 99% ആളുകൾ അങ്ങനെ, ഞാൻ പലരോട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ പ്രതികരണത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഞാൻ ഇങ്ങനെ ആർബിട്രറി ആയിട്ട് പറയുന്നതല്ല. അത് മുഴുവനും അസ്ഥാനത്താണ്, അത് ഒരു മിഥ്യയാണ്, അതിനൊന്നും ഒരു ചുക്കിൻ്റെ വിലയുമില്ല. മകള് 20 വയസ്സായി തെന്നിച്ച് മുമ്പോട്ട് വിട്ടു, അല്ലെങ്കിൽ ഈ ലൂണാർ എക്സ്കർഷൻ മോഡ്യൂൾ വിട്ട പോലെ വിട്ടു, ബാക്കി ജോലിയൊന്നുമില്ല, പിന്നെ ഭാര്യയും വേണ്ട ഭർത്താവും വേണ്ട, പിന്നെ തോന്നിയവാസം ജീവിക്കാം എന്ന് പറയുന്നത് ഇതൊരു വലിയ സംഭാവനയാണെന്ന് മൈത്രേയൻ പോലും വിചാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മനുഷ്യരെ ഞെട്ടിപ്പിക്കുന്ന ആശയങ്ങൾ വിളമ്പിയാൽ മാത്രമേ വിപണിയിൽ ഇത് വിറ്റുപോകുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഇപ്രകാരമുള്ളൊരു വേഷം ധരിച്ച് വന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നല്ല വിവരമുള്ള വ്യക്തി തന്നെയാണ്. നമുക്ക് ഏവർക്കും വളരെ സന്തോഷവും എനിക്ക് ബഹുമാനവും തോന്നുന്ന ഒരു വ്യക്തി തന്നെയാണ് മൈത്രേയൻ. പക്ഷേ ഇങ്ങനെയുള്ള ചില കലാപരിപാടികൾ കാണുമ്പോൾ അയ്യോ, അദ്ദേഹത്തിന് അദ്ദേഹം ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്നാൽ ആയിപ്പോയതല്ല, അങ്ങനെ നടിക്കുകയാണ് എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് നന്മ വരട്ടെ, നന്മ മാത്രം വരട്ടെ. എന്നാൽ അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ഇങ്ങനെ കൗശലത്തിൽ അവതരിപ്പിക്കുന്ന ആശയങ്ങളുടെ പുറകെ പോയി കുഴിയിൽ ചാടി ജീവിതം നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് യുവതീവാക്കന്മാർ ശ്രദ്ധിക്കണം എന്ന് വളരെ വിനീതമായി ഹൃദയം നിറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.